നമസ്കാരം. കഴിഞ്ഞ 4 പ്രഭാഷണങ്ങളിലായി മഹാകവി പൂന്താനത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രത്യേക സംഭവവികാസങ്ങൾ, ഗുരുവായൂരപ്പനുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധം, അതുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ, ജ്ഞാനപ്പാന ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹം രചിച്ചിട്ടുള്ള സ്തോത്രങ്ങൾ, അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ ഒക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സമാപന ദിവസമാണ്. കഴിഞ്ഞ പ്രഭാഷണം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്ന നമസ്കാര ഭക്ഷണം എന്ന ചടങ്ങും അതിനോട് അനുബന്ധിച്ചുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളും, പൂന്താനത്തിന് നേരിടേണ്ടി വന്ന അപമാനവും, അതേ തുടർന്ന് ഭഗവാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് പൂന്താനത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ അപമാന ഭാരത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുകയും, തുടർന്ന് അങ്ങിനി ഗുരുവായൂരേക്ക് വരേണ്ടതില്ല, അങ്ങയുടെ ഇല്ലത്ത് തന്നെ തങ്ങിയാൽ മതി, ഞാൻ അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തതുമായ ഭാഗമായിരുന്നു. തീർച്ചയായും പൂന്താനം ഭഗവാന്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് പൂന്താനം ഇല്ലത്ത് തന്നെ തങ്ങി. പക്ഷെ ഒരു പരമഭക്തനായിരുന്ന അദ്ദേഹത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരുന്നെങ്കിൽ പോലും തിങ്കൾ ഭജനം മുടക്കാനോ ഭഗവാന്റെ ആ നിർമാല്യ ദർശനത്തെ ഒഴിവാക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. 81 വയസ്സിന്റെ വാർദ്ധക്യം ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി അടുത്തു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായില്ല. ഗുരുവായൂരേക്ക് പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കുറച്ചു ദൂരം, ഏതാണ്ട് 3 നാഴിക മുമ്പോട്ട് നടന്നു കാണും. മനസ്സ് അനുവദിക്കുന്നത് പോലെ ശരീരം അനുവദിക്കാത്ത ആരോഗ്യസ്ഥിതിയാണല്ലോ. അദ്ദേഹം അവിടെ തന്നെ കുഴഞ്ഞ് വീഴുന്ന സ്ഥിതി ഉണ്ടായി. കുഴഞ്ഞ് വീണ പൂന്താനം അവിടെ കിടന്നുകൊണ്ട് തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പനെ കേശാദിപാദം സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് വാമഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് അല്ലെങ്കിൽ വാമഭാഗത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ദർശനം നൽകിയ ആ സ്ഥലം ഇന്നറിയപ്പെടുന്നത് ഇടത്തുപുറം എന്നാണ്. വാമപുരേശൻ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് പൂന്താനം നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. അത് അവിടെ പിൽക്കാലത്ത് പൂന്താനം പണി കഴിപ്പിച്ച ആ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹത്തെ, ദേവതാ സങ്കല്പത്തെ സ്തുതിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഭഗവാൻ തന്നെ സ്വപ്ന ദർശനത്തിൽ അനുഗ്രഹിച്ചതനുസരിച്ചാണ് ഇടത്തുപുറത്ത് അല്ലെങ്കിൽ വാമപുരത്ത്, നമുക്ക് ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്, ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്, ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ, പോകാത്തവർക്കൊക്കെ തന്നെ പോയി കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു, അതിന്റെ പണി ആരംഭിക്കുന്നു. ആരംഭഘട്ടത്തിൽ തന്നെ പല അത്ഭുതങ്ങളും ദൃശ്യമായി എന്നാണ് പറയുന്നത്. ശ്രീകോവിലിന്റെ അതിനാവശ്യമായ മണ്ണൊക്കെ മാറ്റിയതിനു ശേഷം പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആ തറയൊക്കെ വിഗ്രഹം വെക്കുന്ന ലെവൽ വരെ എല്ലാം പണി തീർന്നു കിടക്കുന്നതായിട്ടാണ് കണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കണം എന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഭഗവാൻ സ്വപ്ന ദർശനത്തിൽ തന്നെ അതിനടുത്തുള്ള വലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീർണിച്ച കിടന്നിരുന്ന ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉണ്ടെന്നും വിഗ്രഹമുണ്ടെന്നും അത് ഇടത്തുപുറത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണമെന്നും പൂന്താനത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് അവിടെ ചെന്ന് നോക്കി, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ആ ക്ഷേത്രത്തിന്റെ പണിയൊക്കെ പൂർത്തിയായി. തുടർന്ന് 6 വർഷത്തോളം അദ്ദേഹം പൂന്താനം ഇല്ലത്ത് നിന്ന് നടന്നു വന്ന് ക്ഷേത്രത്തിൽ വരികയും പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. തുടർന്ന് കുറച്ചുകൂടി വാർദ്ധക്യമാവുകയാണ്, 87 വയസ്സൊക്കെ ആയി. അപ്പോ ഈ ഇടത്തുപുറത്ത് തന്നെയുള്ള ചേന്തങ്കണ്ടം ഇല്ലത്ത് അദ്ദേഹം താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാഹിത്യ രചന നടത്തുകയും
അതോടൊപ്പം തന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. പൂന്താനത്തിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രായം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ചില കൃതികളിൽ ആത്മകഥാംശമുള്ള ചില പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജ്ഞാനപ്പാനിൽ അദ്ദേഹം പറയുന്നു, കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാൾ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് പൂന്താനം ജനിച്ചത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമായിട്ടാണ് സാഹിത്യ വിമർശകരും ആസ്വാദകരും ഒക്കെ കണക്കുകൂട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേന്തങ്കണ്ടം ഇല്ലത്ത് താമസിച്ച് ഇടത്തുപുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയത്. അതിനകത്തും ത്വന്നാമസങ്കീർത്തനം എണ്ണി എണ്ണി 90 അടുത്തു പരിവത്സരമ്മേ എന്ന് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് അതിന് 90 വയസ്സ് ആയി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ആ സമയത്ത് എഴുതിയ ആ കൃതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആ സമയമൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഒരു 6 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ താമസിച്ച് വീണ്ടും അവിടെ തന്നെ താമസിച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്താനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അനാരോഗ്യമുണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ച് പൂന്താനം ഇല്ലത്തേക്ക് തന്നെ മടങ്ങി. പൂന്താനം ഇല്ലത്തേക്ക് തന്നെ മടങ്ങിയെങ്കിലും കഷ്ടിച്ച് 1 വർഷമോ അല്ലെങ്കിൽ അല്പസമയം കൂടുതലോ ഒക്കെ മാത്രമേ അദ്ദേഹത്തിന് അവിടെ ജീവിച്ചിരിക്കാൻ സാധിച്ചുള്ളൂ എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസം ഇങ്ങനെ അടുത്തു വരുന്നു. ഗുരുവായൂർ ഏകാദശി നമുക്കറിയാം ഏറ്റവും വലിയ വിശിഷ്ടമായ പുണ്യ ദിവസമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തന്റെ ശ്രീമൻ നാരായണീയം എഴുതി ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാതാരഗന്ധങ്ങളിൽ സമർപ്പിച്ചത് ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തരായിരുന്ന വില്ലുമംഗലവും ക്രൂരമ്മയും ഒക്കെ ഇഹലോകവാസം വെടിഞ്ഞത് ഒരു ഗുരുവായൂർ ഏകാദശി ദിവസത്തിലായിരുന്നു എന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ സേവകനായിരുന്ന ഭക്തനായിരുന്ന ഗുരുവായൂർ കേശവൻ ഗജരാജൻ അദ്ദേഹം ചരിഞ്ഞത് ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു. അങ്ങനെയുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള പുണ്യദിനം അടുത്തു വന്നപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം പൂന്താനത്തിന് അനുഭവവേദ്യമാകുകയും ഭഗവാൻ തന്നെ കാണാൻ എത്തുമെന്നുള്ള ശക്തമായ ഒരു ബോധ്യം മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഉറപ്പിച്ചു, ഭഗവാൻ നാളെ അടുത്ത ദിവസം ഏകാദശി ദിവസം എന്നെ കാണാൻ എത്തും എന്ന് ആ ഇല്ലത്തുണ്ടായിരുന്ന കൂടെ താമസിച്ചിരുന്നവർക്കും എല്ലാവർക്കും പറഞ്ഞു. ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നോ, ഞാൻ ഭഗവാന്റെ കൂടെ പോവുകയാണ് എന്നും പൂന്താനം പറഞ്ഞു. പക്ഷെ അത് കേട്ടവർക്കൊക്കെ ഒരു പ്രായമായ ഒരാളിന്റെ, ഒരു വൃദ്ധന്റെ ചില അർത്ഥമില്ലാത്ത ഒരു ജൽപ്പനം, അതിനപ്പുറം വലിയ അർത്ഥം ആ ഇല്ലത്തിലുണ്ടായിരുന്നവർ കൊടുത്തില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷെ അവിടെ അത്യാവശ്യം ജോലികളിലൊക്കെ സഹായിക്കാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദാസ്യ വൃത്തി ചെയ്തിരുന്ന ആ സ്ത്രീ പറഞ്ഞു, അടിയനും വരുന്നുണ്ട് എന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ, ഗുരുവായൂർ ഏകാദശിയാണ്, പൂന്താനം തിരുമേനി രാവിലെ തന്നെ കുളിയും തേവാരവും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ കാത്തുനിന്നു. ഭഗവാന്റെ ആഗമനമായി. കാൽച്ചിലമ്പിന്റെ ശബ്ദമൊക്കെ കേട്ടു. പാഞ്ചജന്യം ഇങ്ങനെ മുഴങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഭഗവാനെ അദ്ദേഹം പാദം കഴുകി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സദ്യ വിളമ്പി അദ്ദേഹത്തോടൊപ്പം ഊണ് കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാൻ തന്നെ അദ്ദേഹത്തെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഐതിഹ്യം പറയുന്നു. അതുകൊണ്ടാണ് പൂന്താനം, ഞാൻ ഈ പ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പൂന്താനത്തിന് മരണം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് സ്വർഗാരോഹണം എന്നാണ്. ഉടലോടെ പൂന്താനം സ്വർഗത്തേക്ക് പോയി. അതിനുശേഷം ആരും പൂന്താനത്തെ കണ്ടിട്ടില്ല എന്നാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ, അറിവുള്ളവർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും പൂന്താനം സ്വർഗാരോഹണം നടന്നു, ഭഗവാനോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് ഭക്തന്മാർ വിശ്വസിക്കുന്നത്. അത് തന്നെ ആകണം സത്യവും. അതിനുശേഷം ഞാൻ അടിയൻ വരുന്നുണ്ട് സ്വർഗത്തിലേക്ക് അങ്ങയോടൊപ്പം എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ചേതനയേറ്റ ശരീരം അവിടെ പതിഞ്ഞു കിടന്നിരുന്നു എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം ധന്യമായിട്ടുള്ള ഒരു ജീവിതത്തിന് അവിടെ വെച്ച് പരിസമാപ്തി കുറിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഭൗതികമായി അദ്ദേഹം മലയാളത്തെയും മലയാളികളെയും വിട്ടുപോയിരിക്കാം. പക്ഷേ
ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും 4 നൂറ്റാണ്ടിന് ശേഷവും ഇപ്പോഴും മലയാളികൾ അങ്ങേയറ്റത്തെ ഒരു സ്വകാര്യ അഹങ്കാരമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു മഹാകവിയാണ് പൂന്താനം. എക്കാലത്തും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശരണാഗതിയുടെയും ഒക്കെ ഒരു മൂർത്തിമത് ഭാവമായി ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമായി എപ്പോഴും മലയാളികളുടെ കൂടെ പൂന്താനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടത്തിയ ഈ ജ്ഞാനപ്പാനെ അധികരിച്ച് പൂന്താനത്തിന്റെ ജീവിതത്തെ അധികരിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അതിന് ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിഞ്ഞ എൻ്റെ ഗുരുവിന് നന്ദി, ഭഗവാൻ ഗുരുവായൂരപ്പന് നന്ദി. അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ 5 ദിവസങ്ങളായി നടത്തിയ പ്രഭാഷണങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ അതിവിശദമായി ഈ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന ഈ പുസ്തകത്തിൽ, ജ്ഞാനപ്പാനയിലൂടെ യാത്ര എന്നാണ് ഈ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. എല്ലാ വിവരങ്ങളും, സമഗ്രമായ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകം വാങ്ങാം, വായിക്കാം. അതിന്റെ വിശദ വിവരങ്ങളും ഈ വീഡിയോടൊപ്പം നൽകുന്ന വിവരണത്തിൽ ഉണ്ടായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ഈ ഇതിനു മുമ്പുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനും അറിയാനും സാധിക്കാതെ പോയവരുണ്ടെങ്കിൽ അവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ പ്രഭാഷണങ്ങളൊക്കെ ലഭിക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.